എന്തൊരു വിശ്വാസം, എന്തൊരാശ്വാസം. റോമർ 1:8-17 വരെ. ചിന്തയ്ക്കായിട്ട് 17-ാം വാക്യം. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു ഭിക്ഷുകൻ മരിച്ചപ്പോൾ മരണപത്രപ്രകാരം അദ്ദേഹത്തിൻ്റെ വമ്പിച്ച സ്വത്തിനെ ഏകപുത്രി അവകാശിനിയായി തീർന്നു. പക്ഷേ അതിന്മേൽ ഒരു വ്യവഹാരമുണ്ടായിരുന്നു. കേസ് നടത്തി തൻ്റെ പിതാവിൻ്റെ സ്വത്ത് സ്വന്തമാക്കി തീർക്കണമായിരുന്നു ആ യുവതിക്ക്. ഈ ദുർഘട സാഹചര്യത്തിൽ അവരുടെ കുടുംബ സുഹൃത്തായ ഒരു അഭിഭാഷകൻ സഹായത്തിനെത്തി. വ്യവഹാര ചെലവിനുള്ള പണം കൊടുക്കുകയും കേസ് നടത്തുന്നതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ കേസിൻ്റെ വിധിയുണ്ടായത് ആ യുവതിക്ക് ദോഷമായിട്ടായിരുന്നു. ആ യുവതിയും അഭിഭാഷക സുഹൃത്തും കൂടി കോടതിയിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം നടന്നു, പരസ്പരം ഒന്നും ഉരിയാടാതെ. എന്താ, നിനക്ക് അസുഖമില്ലതുമുണ്ടോ? അഭിഭാഷകൻ തിരിഞ്ഞ് ആ യുവതിയോട് ചോദിച്ചു. അസുഖമോ? എനിക്കൊരു അസുഖവുമില്ല. എന്താണ് താങ്കൾ അങ്ങനെ ചോദിക്കാൻ കാരണം? യുവതിയുടെ മറുചോദ്യം. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അഭിഭാഷകൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്കുള്ള സർവസ്വവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കൊച്ചു കാശ് പോലും കയ്യിലില്ലാത്തവളായി തീർന്നിട്ടും തനിക്ക് വിഷമമൊന്നും ഇല്ലെന്നോ? സാധാരണഗതിയിൽ ആരുടെയും മനസ്സിൻ്റെ സമനില തെറ്റുന്ന ഈ പരിതസ്ഥിതിയിൽ നിനക്ക് യാതൊരു കുലുക്കവുമില്ലല്ലോ, ആ അഭിഭാഷകൻ ആശ്ചര്യപൂർവ്വം പറഞ്ഞു. ആ പാർക്കിൽ പോയിരുന്ന് നമുക്കല്പം സംസാരിക്കാം. യുവതി അദ്ദേഹത്തെ ക്ഷണിച്ചു. അവർ പാർക്കിൽ പോയിരുന്നു കൊണ്ട് സംഭാഷണം തുടർന്നു. താങ്കൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം, ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവഹിതം നടക്കണമെന്നാണ് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കേസ് ജയിക്കേണ്ടത് അവിടുത്തെ ഇഷ്ടമല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് സാധ്യമല്ല. ഈശ്വരേച്ഛയ്ക്ക് അനുസൃതമായി വിധി ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നാൽ വിധിയുണ്ടായത് എനിക്ക് വിപരീതമായിട്ടാണ്. അതെനിക്ക് തൽക്കാലം മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഒന്നെനിക്കറിയാം, ഇത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ല. എന്തൊരു വിശ്വാസം, എന്തൊരു സമാധാനം. ആ അഭിഭാഷകൻ ആശ്ചര്യപരതന്ത്രനായി ആ യുവതിയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖത്ത് അസാധാരണമായ സമാധാനം വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. മാസങ്ങൾ പലതു കഴിഞ്ഞു. സാമ്പത്തിക ക്ലേശങ്ങളോട് തനിച്ച് പോരാടേണ്ടി വന്ന ആ യുവതിയെ നിരാശയോ അവിശ്വാസമോ അടിപ്പെടുത്തിയില്ല. വിശ്വാസമാകുന്ന ഊന്നുവടിയുടെ സഹായത്തോടെ നടന്നു പോവുകയായിരുന്നു അവൾ. ഒരു ദിവസം അവളൊരു സ്വപ്നം കണ്ടു. അപ്പീൽ വ്യവഹാരം കൊടുക്കണമെന്ന് ആരോ പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. പഴയ അഭിഭാഷക സുഹൃത്തിനോട് അവൾ അക്കാര്യം പറഞ്ഞു. അതിനനുസരിച്ച് വീണ്ടും വ്യവഹാരം നടത്തി. ഈ പ്രാവശ്യവും കേസ് ജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല. ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് അവൾ കേസ് നടത്തി. കേസ് ജയിക്കുകയും ചെയ്തു. മുമ്പ് അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അനേകമടങ്ങ് ഗുണകരമായിട്ടാണ് വിധിയുണ്ടായത്. കുഞ്ഞെ, നിനക്ക് ഞാൻ ഒരു പുതിയ പേരിടുന്നു. നിന്നെ വിശ്വാസകുമാരി എന്ന് ഞാൻ വിളിക്കട്ടെ? ആ അഭിഭാഷകൻ അവളോട് പറഞ്ഞു. അസാധാരണമായ ഒരു വിശ്വാസത്തിൻ്റെ മാതൃകയായിരിക്കാം ഇത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന അർപ്പണബോധത്തോടു കൂടിയ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അവളുടെ ആത്യന്തികമായ വിജയ രഹസ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഈശ്വരൻ വഴങ്ങുന്നതിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ അർപ്പിക്കുകയാണെന്നുള്ളത് നാം പലപ്പോഴും മറന്നുപോകുന്നു. അതിർത്തികളുള്ള സങ്കുചിത വൃത്തത്തിൽ കുടുങ്ങി കിടക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് ഈശ്വരനെ വിധേയനാക്കി തീർക്കാനാണ് നാം പാടുപെടുന്നത്. നേരെ മറിച്ച് അതിർത്തികളില്ലാത്ത അനുഗ്രഹങ്ങളുടെ ഭണ്ഡാകാരത്തിലേക്ക്, ഈശ്വര സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനാണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പല പ്രാർത്ഥനകളും അതിർത്തികളുള്ള നമ്മുടെ ലോകത്തിലേക്ക് ഈശ്വരനെ കൊണ്ടുവരാനുള്ള യത്നമല്ലേ? എന്നാൽ അതിർത്തികളില്ലാത്ത ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായ ഈശ്വരനിലുള്ള ആത്മാർപ്പണമായി തീരട്ടെ നമ്മുടെ പ്രാർത്ഥന. ഇങ്ങനെയുള്ള
അർപ്പണ സന്നദ്ധതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാന ചിത്തരായിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഓർക്കണമേ, പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ പറക്കാനറിയാത്ത പക്ഷിയെ പോലെയാണ്. ഫിലിപ്പിലേഖനം 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക.